ഹലോ ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിരിക്കുന്നത് നമ്മളെ അഡ്വക്കേറ്റ് മനോജ് കുമാർ സാറിൻ്റെ വീട്ടിലേക്കാണ്. ചിത്രമൂല വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് എത്തിയത്. ചിത്രമൂല എന്ന് പറയുന്നത് സാറിൻ്റെ വീട്ടുപേരാണ് ഗൈസ്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഈ വീടിൻ്റെ ടെറസാണ് ഗൈസ്. ആ ടെറസിൽ പൂത്ത് നിൽക്കുന്ന നാഗമുല്ലയാണ്. ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങൾക്കുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ആണ് ത്രൂ ഔട്ട്. യു മസ്റ്റ് വാച്ച് ഇറ്റ് ഗൈസ്. ഞങ്ങളിവിടെ എന്താ പറയാ ചിത്രമൂലയിലാണ്. അതെ, നമ്മൾ ഈ വീടിന്റെ എല്ലാ ആംഗിളിൽ നിന്നും വീഡിയോ എടുക്കുകയാണ്. സൂപ്പർ ആയിട്ട് എന്റെ ഫ്രണ്ട് എന്തൊക്കെയോ അവിടെ നിന്ന് അത് കണ്ട തന്നെ ഒരു മണാലി പോയ ഒരു ഫീൽ. മണാലി പോയ ഫീൽ. ഓ മാൻ, അടിപൊളി. സോ നമുക്ക് ഇതിന്റെ മേലെ കേറാം. മേലെ കേറിയിട്ട് ഐ ആം സോ എക്സൈറ്റഡ് അഭിരാമി. ഭയങ്കര നമ്മളൊരു കാടിന്റെ ഉള്ളിൽ കയറിയ പോലെയുള്ള ഒരു ഫീൽ. എനിക്ക് ത്രിൽഡ് ആയി ഭയങ്കര. ഓക്കെ സോ അഭിരാമി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയല്ല, എനിക്കിത് കണ്ടപ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി അതിന്റെ മേലെ കയറിയത് എന്താവെന്ന് അറിയാൻ ഭയങ്കര ത്രിൽഡ് ആണ് ഗൈസ്. ഈ ക്യാമറയിൽ ഈ ഭംഗി ഇല്ലാത്തത് കൊണ്ടാണ്, നേരിട്ടിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. ക്യാമറ ക്വാളിറ്റി കുറച്ച് ഗൈസ്, ഇതാണ് ചിത്രമൂല. ഇവരുടെ വീടിന്റെ പേര് തന്നെ ചിത്രമൂലയാണ്. പിന്നെ ലൊക്കേഷൻ ഇതിന്റെ താഴെ ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. നമ്മളെ മനോജ് സാറ് നമ്മളെ വിനോദ് കൂറിന്റെ അനിയനാണ് ഗൈസ്. അല്ല, ചേട്ടനാണ്. ഓക്കെ, മേക്കപ്പ് കുറച്ച് നാഗമുല്ലയാണിത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഇത് കാണുമ്പോൾ മുല്ലന്റെ ഒരു ഇതില്ല. ഇത് കണ്ടോ ഗൈസ്? ക്യാമറയ്ക്ക് എന്തോ പറ്റിയുണ്ട്, അതുകൊണ്ടാണ് വലിയ ക്ലിയർ ഇല്ലാത്തത്. നാഗമുല്ല എന്നാണ് പേര്, പക്ഷെ മുല്ല പോലെ ഉള്ള ഒരു പൂവല്ല. അതെ, ശാസ്ത്രീയമായ പേര് നമുക്ക് അറിയില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഗൈസ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ടെറസിന്റെ മേലേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ അത് വേറെ തന്നെയാണ് ഗൈസ്. സൂപ്പർ. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് വരെ ടെറസിലേക്കാണ് ഗൈസ്. ഇതിങ്ങനെയാണ് വ്യൂ. ഇല്ല ഭയങ്കര അല്ലേ. ദെൻ അടുത്ത ഏരിയ നിങ്ങൾ വീഡിയോ കൊടുങ്ങല്ലേ. ഒറ്റയ്ക്കാണ് കേട്ടോ. ഇല്ല മുള്ളുള്ള പോലെയൊക്കെ അവിടെയുണ്ട്. അവിടെ ഒരു സ്പേസ് പോലെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇളകുന്നു. ഇതിന്റെ ഉള്ളിൽ എടാ നല്ല രസമല്ലേ. ഓക്കെ, കം വർഷേ. ചിത്രമൂലന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇവരുടെ ടെറസാണ് ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ പാമ്പ് വരെ ഉപദ്രവിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ബട്ട് എന്താണെങ്കിലും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇവിടെ ഒരാൾ കളർ ഡ്രസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് ഫോട്ടോ സെഷനൊക്കെയാണ്. കളർ ഡ്രസ് ഇട്ട് വന്നതിനോണ്ട് അവളെ അധികം കാണിക്കുന്നില്ല. കേറാത്തൊരു സ്പോട്ടും കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെയും ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലമുണ്ട്. എന്നാലൊരു വീടിന്റെ ടെറസാണ് ഇങ്ങനെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഗൈസ് ഇങ്ങനെ ഒരു ടെറസ്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. വർഷേ
ആ ബാക്കൊന്ന് മാറ്റും. ഗൈസ്, വർഷന്റെ ഫോട്ടോഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ യെസ് യെസ് യെസ്. കൃഷ്ണ അടിരി. സോ ഗൈസ്, ഭയങ്കര ഇവിടെ ഇരുന്ന് ഞാൻ കവിത പാടാൻ ഒരു പാട്ട് പാടിക്കോ. കവിത മൂടാണ്. പിന്നെ ഞാനും കൃഷ്ണനും ഞങ്ങളുടെ ഒരു മിറർ സെൽഫിക്ക് എടുത്തു. പിന്നെ ഇത് അവരുടെ മനോജ് സാറിൻ്റെ ഒരു പപ്പിക്കുട്ടിയാണ്, സിയ എന്നാണ് പേര്. ഭയങ്കര ക്യൂട്ടാണ് ആള് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, അവരുടെ വീടിൻ്റെ എൻട്രൻസ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ. പിന്നെ അവരുടെ ആ മുല്ലവള്ളി പടർന്ന് താഴേക്ക് നിന്നിട്ട് അവിടെ ഒരു ഷെയ്ഡ് പോലെ, എന്നിട്ട് അവിടെ ഒരു ചെയറൊക്കെ കൊടുത്ത് അവരിയ്ക്കുന്നത് കാണാനും, പിന്നെ ആ മുല്ലവള്ളീൻ്റെ മേലെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് അത് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് കാണാൻ. ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പം വീഡിയോയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും സത്യം പറഞ്ഞാൽ എന്ത് രസമാണിത് കാണാമെന്ന്. ഞാൻ ഇന്നേ വരെ സത്യം പറഞ്ഞാൽ ഈ ടെറസിൽ ഇങ്ങനെ പൂവൊന്നായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുല്ലവള്ളിയൊക്കെ ആയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പം നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടൊരു ഫീലുണ്ട്. ഇന്നത്തെ ചിത്രമൂല വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ പോവാണ്, ഓഫീസിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ഇടാം, ഷെയർ ഇടാം. ലവ് യു ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.